ഹായ് ഓൾ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൂവ്മെൻറ്റ്സ് എവരിവെയർ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൂവ്മെൻറ്റ്സ് എവരിവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായിടത്തും എന്തുണ്ട്? മൂവ്മെൻറ്റ്സ് ഉണ്ട്. ആ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. എവറിതിങ് ഇൻ ദി യൂണിവേഴ്സ് ഇൻക്ലൂഡിങ് പ്ലാനറ്റ്സ്, സ്റ്റാർസ്, ഗാലക്സീസ് ആർ മൂവിങ് എവരി മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിലുള്ള പ്ലാനറ്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്റ്റാർസ് ആയിക്കോട്ടെ, ഗാലക്സീസ് ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും ഓരോ നിമിഷവും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ദി വെരി എക്സിസ്റ്റൻസ് ഓഫ് യൂണിവേഴ്സ് ഇൻ ബേസിസ് ഓൺ ദീസ് മോഷൻ. അപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ എക്സിസ്റ്റൻസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഒരു മോഷൻ്റെ അടിസ്ഥാനത്തിലാണ്. All the objects on earth that are assumed to be at rest are also moving along with the earth. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മുടെ എർത്തിൽ ചില സാധനങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീട്, മരങ്ങൾ, കല്ലുകൾ, വലിയ മലകൾ, ഇതൊന്നും മൂവ് ചെയ്യുന്നില്ല എന്നാണ്. എർത്തിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊന്നും മൂവ് ചെയ്യുന്നില്ല. പക്ഷെ അതെല്ലാം ഇതെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭൂമി കറങ്ങുന്നുണ്ട് നമ്മൾ പറയുന്നില്ലേ? അപ്പം ഭൂമി കറങ്ങുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വേറൊരു ഗ്രഹത്തിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമീൻ്റെ കൂടെ ഈ വീടും മരങ്ങളും എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. അടുത്തത് പറയാണ്, മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ഓൺലി ബേസ്ഡ് ഓൺ എ റെഫറൻസ് ബോഡി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം, നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് മൂവ് ചെയ്യാത്ത വീട് നമ്മൾ വേറൊരു ഗ്രഹത്തിൽ പോയി നോക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ മോഷൻ കാണാൻ പറ്റും, മോഷൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കൊരു സാധനത്തിൻ്റെ മോഷൻ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? ഒരു റെഫറൻസ് ബോഡി വേണം. ഒരു റെഫറൻസ് ബോഡീൻ്റെ ഹെൽപ്പിൽ മാത്രമേ നമുക്ക് ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഒരു റെഫറൻസ് ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു സ്കൂളിൽ, നിങ്ങൾ എർത്തിൽ നിൽക്കുകയാണ്, നിങ്ങൾ ഭൂമിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെല്ലാവരും ഭൂമിയിലാണല്ലേ. അപ്പോൾ നമ്മളെ സ്കൂൾ നോക്കുക, സ്കൂൾ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സ്കൂളിൻ്റെ അടുത്തുള്ള മരങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി നിങ്ങളെ വീട് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതൊന്നും മൂവ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളെ കിണർ, വെല്ല് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ കാണുന്ന മലകൾ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതൊന്നും മൂവ് ചെയ്യുന്നില്ല. ഇതൊക്കെ എർത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതൊന്നും മൂവ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു എക്സാമ്പിൾ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ സണ്ണ് എടുക്കുക, റെഫറൻസ് ബോഡി ആയിട്ട് സണ്ണ് എടുക്കുക. സണ്ണിനെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്ത് ചെയ്യുന്നുണ്ടെന്ന്? ഈ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. സണ്ണിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഭൂമിൻ്റെ കൂടെ എന്തൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്കൂൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, വീട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, മരങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സണ്ണിനെ ഒരു റെഫറൻസ് ബോഡി ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളും നമ്മുടെ മരങ്ങളും എല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെടുത്ത റെഫറൻസ് ബോഡിയാണ് എന്ത്? സണ്ണ്. ഇനി അടുത്തത് പറയാണ്, ഇറ്റ് ഈസ് ഓൺലി വെൻ റെഫറൻസ് ബോഡി ചേഞ്ചസ് ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് മെനി ഒബ്ജക്റ്റ് ദാറ്റ് അപ്പിയർ ടു ബി അറ്റ് റെസ്റ്റ് ആർ ആക്ച്വലി ഇൻ മോഷൻ. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയാണ്, നമ്മളൊരു റെഫറൻസ് ബോഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന്. മനസ്സിലായോ? അപ്പം എല്ലാ സാധനത്തിൻ്റെയും മോഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചില സാധനത്തിൻ്റെ മോഷൻ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? ഒരു റെഫറൻസ് ബോഡി വേണം. അതിന് എക്സാമ്പിളാണ് എന്ത്? നമ്മുടെ വീടും മരങ്ങളൊക്കെ. വീടും മരങ്ങളൊന്നും നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മൂവ്മെൻറ്റ് മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ അടുത്തൊരു സണ്ണിനെ ഒരു റെഫറൻസ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഭൂമിയും അതുപോലെ തന്നെ മറ്റ് വീടുകളൊക്കെ മൂവ് ചെയ്യുന്നുണ്ടെന്ന്. We have understood that some objects are said to be at rest with reference to the earth. അപ്പോൾ നമുക്ക് മനസ്സിലായി എർത്തും സണ്ണും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ പോലും മൂവ് ചെയ്യുന്നുണ്ട് എന്ത് റെഫറൻസ് ആയിട്ട് എടുക്കുമ്പം? സണ്ണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്ന സമയത്ത്. ഹവർ ദി എർത്ത് ആൻഡ് ഓൾ ദി ഒബ്ജക്റ്റ് ഇൻ ഇറ്റ് ആർ ഇൻ മോഷൻ വിത്ത് ദി റെഫറൻസ് ടു ദി സൺ ആൻഡ് അതർ സ്ഫിയേഴ്സ് ഓഫ് ദി സോളാർ സിസ്റ്റം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലായി. എന്തിനെ റെഫറൻസ് ചെയ്തെടുക്കുമ്പം? സണ്ണ് ഒരു റെഫറൻസ് ബോഡി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാവും. ഭൂമിയിലുള്ള വീടും മലകളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ കറങ്ങുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും.
അപ്പോൾ ഇവിടെ 2 ഫിഗർ തന്നിട്ടുണ്ട്. ഒന്നൊരു കുട്ടി എവിടെയാണ് നിൽക്കുന്നത്, ഭൂമിയിൽ നിന്നിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ആ കുട്ടി പറയാണ് ദി സ്കൂൾ ആൻഡ് ട്രീസ് ആർ നോട്ട് മൂവിങ് അറ്റ് ആൾ. സ്കൂളും ട്രീസും ഒന്നും മൂവ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ആ കുട്ടി സ്പേസിൽ നിന്നിട്ട് നമ്മുടെ ഭൂമിനെ നോക്കുകയാണ്. അപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നത് എന്ത്, സ്കൂളും ട്രീസും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട് എന്ന്. മനസ്സിലായോ? ഹാവിങ് യു ഒബ്സർവ് ദി മൂവ്മെൻറ്റ് ഓഫ് ബേർഡ്സ് ആൻഡ് അനിമൽസ്, ഡു ഓൾ ഓഫ് ദം ഹാവ് സിമിലർ മൂവ്മെൻറ്റ്സ്? ഹൗ ഡസ് എ ഫ്രോഗ് മൂവ് ആൻഡ് ഹൗ എബൌട്ട് മബുയ? അപ്പോൾ നമ്മൾ പറയാണ് നമ്മുടെ ചുറ്റും കുറേ അനിമൽസും ബേർഡ്സും ഒക്കെ ഉണ്ട്. ആ ബേർഡ്സിൻ്റെ അനിമൽസിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് ഒരേപോലെയാണോ എന്നാണ് ചോദിക്കുന്നത്. ഒരേപോലെയാണോ? അല്ല അല്ലേ. ബട്ട് ബേർഡ്സ് എന്താ ചെയ്യുന്നത്, ഫ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്, പറക്കുകയാണ് ചെയ്യുന്നത്. ഫിഷ് എന്താ ചെയ്യുന്നത്, സ്വിം ചെയ്യാണ് ചെയ്യുന്നത്. സ്നേക്ക് ആണെങ്കിലോ ക്രൗൾ ചെയ്യാണ് ചെയ്യുന്നത്. ഫ്രോഗ്സ് ആണെങ്കിലോ ഹോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, ചാടല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ മബൂയാസ് എന്താ ചെയ്യുന്നത്, മബൂയാസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ലിസാർഡാണ്. അതെന്താ ചെയ്യുന്നത്, റൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഓൾ ലിവിങ് ഓർഗാനിസം ഹാവ് ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്. എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഒരേ മൂവ്മെൻ്റ് അല്ല, ഡിഫറെൻറ്റ് മൂവ്മെൻ്റ് ആണ് ഉള്ളത് എന്ന് പറയാം. ഹാവിങ് യു സീൻ ഡൊമസ്റ്റിക് അനിമൽസ് ലൈക്ക് കാറ്റ്, ഡോഗ് ആൻഡ് കാറ്റിൽസ് ടേക്കിംഗ് റെസ്റ്റ്? നിങ്ങൾ ഡൊമസ്റ്റിക് അനിമൽസ് ആയിട്ടുള്ള കാറ്റും ഡോഗും അതുപോലെ തന്നെ പശുക്കളൊക്കെ റെസ്റ്റ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ. ഡോണ്ട് ദെയർ ബോഡി പാർട്സ് മൂവ് ഈവൻ വെൻ ദേ ആർ അറ്റ് റെസ്റ്റ്. അവർ റെസ്റ്റ് എടുക്കുകയാണെങ്കിലും അവരെ ബോഡി പാർട്സ് മൂവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ട് അല്ലേ, കണ്ടിട്ടുണ്ട്. ഹാവ് യു നോട്ടീസ്ഡ് ദി മൂവ്മെൻറ്റ് ഇൻ ദെയർ ബോഡി പാർട്സ് വെൻ ദേ ആർ ബ്രീത്തിങ്? അവരിങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ബ്രീത്ത് ചെയ്യും അല്ലേ. അപ്പോൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അവരുടെ ബോഡി പാർട്സ് മൂവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അനിമൽസിനെ തന്നെ എടുക്കണം എന്നില്ല, നമ്മളെ തന്നെ എടുക്കുക. നമ്മൾ വെറുതെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി പാർട്സ് മൂവ് ചെയ്യൂലേ. അപ്പോൾ നിങ്ങൾ വെറുതെ റെസ്റ്റ് എടുക്കുകയാണ്. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്വാസം എടുക്കുന്നില്ലേ, ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുന്നൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളെ ചെസ്റ്റിൻ്റെ ഭാഗം ഇങ്ങനെ എന്ത് ചെയ്യും, ബ്രീത്ത് എടുക്കുന്നതിന് അനുസരിച്ചിട്ട് ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ മൂവ് ചെയ്യൂലേ. അതുപോലെ തന്നെ ആരെ ബോഡി പാർട്സ് മൂവ് ചെയ്യുന്നുണ്ട്, അനിമൽസിൻ്റെ ബോഡി പാർട്സ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളോട് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത് അനിമൽസിനെ. എന്നിട്ട് അവിടെ ഏതെങ്കിലും ബോഡി പാർട്സ് ഏതൊക്കെ ബോഡി പാർട്സാണ് മൂവ് ചെയ്യുന്നത് എന്ന് നിങ്ങളോട് പറയാനാണ് പറയുന്നത്. ഓക്കെ. Everyone be listen and close your eyes for a while and listen to the movements with your own body. അപ്പം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണടച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിലെ മൂവ്മെൻറ്റ്സ് തന്നെ ഒന്ന് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. വിച്ച് ആർ ദി മൂവ്മെൻറ്റ് യു ഹാവ് റെക്കഗ്നൈസ്ഡ്? ഏതൊക്കെ മൂവ്മെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ആർ ദി അതർ മൂവ്മെൻറ്റ് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്തിൻ ദി ബോഡി? ഏതൊക്കെയാണ് നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സ് എന്നാണ് പറയാൻ പറയുന്നത്. എന്നിട്ട് അതെന്ത് ചെയ്യുക, താഴെ എഴുതാനാണ്. അപ്പോൾ താഴെ തന്നിട്ടുണ്ട് ഓർഗൻ. ഹാർട്ടിൽ എന്ത് നടക്കുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഓർഗൻ നമുക്ക് എന്തെടുക്കാം, ലങ്സ് എടുക്കാം. അപ്പം ലങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിലാക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലങ്സ് എന്താവുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിലാക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഐ ആണെങ്കിലോ, ഐസ് ആണെന്നുണ്ടെങ്കിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഫുഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റസ്റ്റൈനിൽ എന്ത് നടക്കുന്നുണ്ട്, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അടുത്തത് ബ്ലഡ് ഫ്ലോയിങ് ഇൻ ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിലൂടെ പോകുന്ന സമയത്ത് അവിടെയും ബ്ലഡ് വെസൽസ് വികസിക്കുന്നുണ്ട്, ചുരുങ്ങുന്നുണ്ട്. മൂവ്മെൻറ്റ് ഓഫ് ചെസ്റ്റ് ആൻഡ് അബ്ഡോമൻ വൈൽ ബ്രീത്തിങ്. നമ്മൾ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് അബ്ഡോമനും ചെസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ദി വെരി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഈസ് ത്രൂ കോർഡിനേഷൻ ഓഫ് വേരിയസ് റിതമിക് മൂവ്മെൻറ്റ്സ്. അപ്പോൾ നമ്മളോട് പറയാണ് നമ്മുടെ ഒരു ജീവൻ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ നോക്കൂ, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഐസ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് സ്റ്റോപ്പായി കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ജീവനും അവിടെ സ്റ്റോപ്പാവും. അപ്പോൾ ഇതിൻ്റെ ഒരു കോർഡിനേറ്റഡ് ഫങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, അവിടെ ഒരു ജീവൻ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിലും എന്ത് നടക്കുന്നുണ്ട്, മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്.